അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠം പഠിക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 യൂണിറ്റുകൾ കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ യൂണിറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. 3ാമത്തെ യൂണിറ്റിന് എന്താണ് പറയുക എന്നറിയാമോ? അൽ വഹ്ദത്തു സാലിസത്തു. 3ാമത്തെ യൂണിറ്റ്. അൽ വഹ്ദത്തു എന്ന് പറഞ്ഞാൽ യൂണിറ്റ്, സാലിസത്തു 3. അൽ വഹ്ദത്തു സാലിസത്തു 3ാമത്തെ യൂണിറ്റ്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്തെന്നറിയാമോ? ഖത്റു മത്വർ. ഖത്റു മത്വർ. മത്വർ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മത്വറുൻ മത്വറുൻ യൻസിലു എന്നുള്ള പാട്ടൊക്കെ 1ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. മത്വർ എന്ന് പറഞ്ഞാൽ മഴ. ഖത്വർ തുള്ളി. ഖത്റു മത്വർ മഴത്തുള്ളി എന്നാണ് അർത്ഥം. ഖത്റു മത്വർ മഴ തുള്ളി. ഈ യൂണിറ്റ് വെള്ളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. വെള്ളം എവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നും ആ വെള്ളത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുമാണ് ഈ പാഠഭാഗത്തിലൂടെ പഠിപ്പിക്കുന്നത്. നോക്കൂ കൂട്ടുകാരെ, മഹാദ, ഈ ചിത്രം എന്താണെന്ന് പറയാമോ? ഇതൊരു നഹർ അഥവാ പുഴയുടെ ചിത്രമാണ്. ഒരു പുഴ, നഹർ, അവൻ്റെ കഥ പറയുന്നതാണ് ഈ പാഠത്തിൻ്റെ തുടക്കം തന്നെ. പുഴ എങ്ങനെയാണ് ഉണ്ടായത് എന്നും പുഴയുടെ യാത്രയിൽ ആരൊക്കെയാണ് പുഴയുടെ കൂടെ ചേർന്നത് എന്നും പുഴ അവസാനം എവിടെയാണ് ചെന്ന് ചേരുന്നത് എന്നുമാണ് പുഴ പറയുന്നത്. പുഴ സ്വന്തം കാര്യങ്ങൾ പറയുന്നു എന്നർത്ഥം. നോക്കൂ, ഈ പാഠത്തിൻ്റെ ഹെഡിങ് എന്താ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മിനൽ ജബലി ഇലൽ ബഹരി. കൂട്ടുകാർ ഒന്ന് വായിച്ചു നോക്കൂ. മിനൽ ജബലി ഇലൽ ബഹരി. ജബൽ എന്ന് പറഞ്ഞാൽ മല. മിനൽ ജബലി മലയിൽ നിന്നും, ഇലൽ ബഹരി ബഹർ കടൽ, കടലിലേക്ക്. മിനൽ ജബലി ഇലൽ ബഹരി മലയിൽ നിന്ന് കടലിലേക്ക്. നോക്കൂ, ഇവിടെ മിന എന്നൊരു പ്രയോഗവും ഇല എന്നൊരു പ്രയോഗവുമുണ്ട്. മിന നിന്ന്, ഇല ലേക്ക്. ഇപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നമുക്കെങ്ങനെ മാറ്റി പറയാം? മിനൽ ബൈത്തി ഇലൽ മദ്റസതി. മിനൽ ബൈത്തി ഇലൽ മദ്റസതി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ പറഞ്ഞും എഴുതിയും പഠിക്കണേ. അപ്പോൾ പുഴ അവൻ്റെ കഥ തുടങ്ങുകയാണ്. മിനൽ ജബലി മലയിൽ നിന്ന്, ഇലൽ ബഹരി കടലിലേക്ക്. നോക്കൂ, പുഴ ആദ്യമായി കൊണ്ട് സംസാരിക്കുകയാണ്. ഹൽ തഅരിഫുനി. എന്താ വായിക്കുക? ഹൽ തഅരിഫുനി. പുഴ ചോദിക്കുകയാണ്, കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഈ പ്രയോഗം എല്ലാ കൂട്ടുകാരും കാണാതെ പഠിക്കണം. നമുക്ക് പലപ്പോഴും ആവശ്യമുള്ള ഒരു പ്രയോഗമാണ്. ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയുമോ? അന സ്വദീഖുക. അന സ്വദീഖുക, ഞാൻ നിങ്ങളുടെ സ്വദീഖ് ആണ്. എന്താ സ്വദീഖ്? കൂട്ടുകാരൻ. അന സ്വദീഖുക, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. അൽ ഖാദിമു മിനൽ ജബലി. അൽ ഖാദിമു മിനൽ ജബലി,
കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഞാൻ എവിടെയെന്നാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകുമല്ലേ? അൽ ഖാദിമു ഞാൻ വരുന്നത്, ഖാദിം വരുന്നു. അൽ ഖാദിമു വരുന്നത് മിനൽ ജബലി ഒരു മലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നഹർ അവൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അൽ ഖാദിമു മിനൽ ജബലി ഒരു മലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഫിൽ ബിദായത്തി കുന്തു ഐനൻ ഹസീലത്തൻ. ഫിൽ ബിദായത്തി കുന്തു ഐനൻ ഹസീലത്തൻ. ഫിൽ ബിദായത്തി തുടക്കത്തിൽ, കുന്തു ഞാൻ ആയിരുന്നു, ഐനൻ ഒരു ഉറവ് ആയിരുന്നു. ഉറവ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്കറിയാലോ, നന്നായി മഴ പെയ്യുമ്പം നമ്മളുടെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തുമൊക്കെ വെള്ളം ഭൂമിയിൽ നിന്നിങ്ങനെ പൊടിഞ്ഞു വരാറുണ്ടല്ലേ, ചെറുതും വലുതുമൊക്കെയായി. അതിനെയാണ് ഉറവ് എന്ന് പറയുക, ശക്തമായ മഴ പെയ്യുമ്പം. അപ്പോൾ ഫിൽ ബിദായത്തി തുടക്കത്തിൽ, കുന്തു ഐനൻ ഞാനൊരു ഉറവ് ആയിരുന്നു. എങ്ങനത്തെ ഉറവ്? ഹസീലത്തൻ മെലിഞ്ഞ നേരിയ തടിയൊന്നുമില്ലാത്ത മെലിഞ്ഞ ഒരു ഉറവ് മാത്രമായിരുന്നു തുടക്കത്തിൽ ഞാൻ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു പുഴയായി മാറിയത്? നമുക്ക് നോക്കാം. വഫിത്തൊരീഖി സോഹബത്തിനി അൽ ജദാവിലു ഫസിർതു നഹ്റൻ. വഫിത്തൊരീഖി, വഫിത്തൊരീഖി ത്വരീഖ് വഴി. അങ്ങനെ വഫിത്തൊരീഖി വഴിയിൽ വെച്ച് ഒരു ഹസീലത്തായ മെലിഞ്ഞ ഉറവായിക്കൊണ്ട് ഞാനിങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ, വഫിത്തൊരീഖി വഴിയിൽ വെച്ച്, സോഹബത്തിനി എൻ്റെ കൂടെ ചേർന്നു. വഫിത്തൊരീഖി വഴിയിൽ വെച്ച്, സോഹബത്തിനി എൻ്റെ കൂടെ ചേർന്നു. ആരൊക്കെയെന്നറിയാമോ? അൽ ജദാവിലു തോടുകൾ ചേർന്നു. ഞാൻ ഒറ്റയ്ക്ക് മെലിഞ്ഞ് ഒരു ഉറവായി ഒരു മലയിൽ നിന്ന് ഞാനിങ്ങനെ ഒഴുകിപ്പോവുകയായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് എൻ്റെ കൂടെ ആരൊക്കെ ചേർന്നു? അൽ ജദാവിലു തോടുകൾ ചേർന്നു. തോടുകൾ കൂട്ടുകാർക്കറിയാമല്ലോ, നമ്മളുടെ വീടിൻ്റെയും പരിസരത്തുമൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ ഒഴുക്കുകൾ. തോടുകൾ എൻ്റെ കൂടെ ചേർന്നു. ഒരു തോടാണോ ചേർന്നത്? അല്ല, ഒരുപാട് തോടുകൾ. അൽ ജദാവിലു ഒരു തോടാണെങ്കിൽ ജദ്വൽ എന്ന് മാത്രമാണ് പറയുക. അപ്പോൾ ഒരു പുഴയുടെ കൂടെ ഒരുപാട് തോടുകൾ ചേർന്നപ്പോൾ ഫസിർതു നഹ്റൻ ഞാനൊരു പുഴയായി കൊണ്ടുമാറി. അപ്പോൾ മെലിഞ്ഞ ഒരു ഉറവായി പുറപ്പെട്ട ഞാൻ വഴിയിൽ വെച്ച് എൻ്റെ കൂടെ കുറേ തോടുകൾ ചേർന്ന് ഞാൻ ഒരു വലിയ പുഴയായിക്കൊണ്ട് മാറി. നോക്കൂ, നിങ്ങൾ ജാഥയൊക്കെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? വഴിയിൽ വെച്ച് ആളുകൾ കൂടുമ്പോൾ ആ ജാഥയുടെ വലിപ്പവും ഭംഗിയും കൂടാറുണ്ടല്ലേ? അതേപോലെ ഒരു മലയിൽ നിന്ന് ഒഴുകി വന്നതായ ഉറവായിക്കൊണ്ട് ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ വഴിയിൽ വെച്ചുകൊണ്ട് കുറേ തോടുകൾ എൻ്റെ കൂടെ ചേർന്ന് ഞാനൊരു പുഴയായിട്ട് മാറി. അജിരി ഇലൽ ബഹിരി ലൈല നഹാറ. അജിരി, അജിരി ഞാൻ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ഒഴുകുന്നു. അജിരി ഞാൻ ഒഴുകുന്നു. എവിടേക്കെന്നറിയാമോ? ഇലൽ ബഹിരി കടലിലേക്ക് ഒഴുകുന്നു. ഞാൻ എവിടെയും നിൽക്കാറില്ല, ഞാൻ ആരെയും കാത്തു നിൽക്കാറുമില്ല. അജിരി ഇലൽ ബഹിരി കടലിലേക്ക് ഞാൻ ഒഴുകുന്നു. എപ്പോഴെന്നറിയാമോ? ലൈല രാത്രിയിലും, നഹാറ പകലിലും. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ കടലിലേക്ക് ഞാനങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അസ്ഖി അൽ ഇൻസാന വൽ ഹയവാനാതി
വത്തുയൂറ വന്നബാതാതി വൽ അഷ്ജാറ. നൂടെ നോക്കൂ. അസ്ഖീ അൽ ഇൻസാന വൽ ഹയവാനാതി വത്തുയൂറ വന്നബാതാതി വൽ അഷ്ജാറ. അസ്ഖീൻ പോകുന്ന വഴിയിലൂടെ ഞാൻ കുടിപ്പിക്കുന്നു. അൽ ഇൻസാന മനുഷ്യർക്ക് ആവശ്യമായ വെള്ളം ഞാൻ കുടിക്കാൻ കൊടുക്കുന്നു. അസ്ഖി എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. കുടിപ്പിക്കുന്നു, നനപ്പിക്കുന്നു, കുടിക്കാൻ കൊടുക്കുന്നു എന്നൊക്കെ അതിന് പേര് പറയാം. മനുഷ്യർക്ക് കുടിക്കുവാനുള്ള വെള്ളം ഞാൻ നൽകുന്നു. മനുഷ്യർക്ക് മാത്രമാണോ? വൽ ഹയവാനാത്ത് മൃഗങ്ങൾക്കും കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നു. അതുമാത്രമല്ല വത്തുയൂറ പക്ഷികൾക്കും കുടിക്കുവാനുള്ള വെള്ളം നൽകുന്നു. പക്ഷികൾ മാത്രമല്ല വന്നബാതാത്ത് ചെടികൾക്കും കുടിക്കുവാനുള്ള വെള്ളം, ചെടികളെയും ഞാൻ നനക്കുന്നു. വൽ അഷ്ജാർ അതുപോലെ തന്നെ മരങ്ങളെയുമൊക്കെ ഞാൻ നനച്ചു കൊടുക്കുന്നു. കൂട്ടുകാരെ, പുഴ അവൻ്റെ കഥ പറഞ്ഞതാണ് നമ്മൾ ഇത്രയും സമയം നമ്മൾ കേട്ടത്. അപ്പോൾ പുഴ എവിടെ നിന്നാണ് വരുന്നത്? ഒരു ജബലിൽ നിന്ന്. പുഴ എങ്ങോട്ടാണ് പോകുന്നത്? ഇലൽ ബഹരി ഒരു കടലിലേക്ക്. പുഴയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ഐനൻ ഹസീലത്തൻ മെലിഞ്ഞ ഒരു ഉറവായിരുന്നു. പുഴയുടെ യാത്രയിൽ ആരൊക്കെ പുഴയുടെ കൂടെ ചേർന്നു? അൽ ജദാബിലു തോടുകൾ ചേർന്നു. അപ്പോഴെന്തായി പുഴ? നഹ്റ പുഴയായിക്കൊണ്ട് മാറുകയും ചെയ്തു. കൂട്ടുകാർക്ക് പുഴയുടെ കഥ ഇഷ്ടമായോ? ഇനി നമുക്ക് നമ്മളെക്കുറിച്ചും ഇതുപോലെയുള്ള ഒരു കഥ പറയുവാൻ നമ്മൾ പഠിക്കുകയും ശീലിക്കുകയും ചെയ്യണേ. കൂട്ടുകാരെ, ഈ പാഠത്തിൽ വെള്ളത്തിൻ്റെ ഉറവിടങ്ങളായി അഥവാ മവാരിദുൽ മിയാഹ് ആയിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂട്ടുകാർ അതൊന്ന് വേർതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുമല്ലോ. കൂട്ടുകാരെ, നമുക്ക് പാഠം ഒന്നുകൂടെ വായിച്ചാലോ? കൂട്ടുകാർ എൻ്റെ കൂടെ വായിക്കാൻ ശ്രദ്ധിക്കണേ. ഹൽ തഅരിഫുനീ ഹൽ തഅരിഫുനീ അന സ്വദീഖുക അന സ്വദീഖുക അൽ ഖാദിമു മിനൽ ജബലി അൽ ഖാദിമു മിനൽ ജബലി ഫിൽ ബിദായതി കുന്തു ഐനൻ ഹസീലത്തൻ ഫിൽ ബിദായതി കുന്തു ഐനൻ ഹസീലത്തൻ വഫിത് ത്വരീഖി സ്വഹബത്നി അൽ ജദാബിലു ഫസിർതു നഹ്റൻ വഫിത് ത്വരീഖി സ്വഹബത്നി അൽ ജദാബിലു ഫസിർതു നഹ്റൻ അജ്രി ഇലൽ ബഹരി ലൈല നഹാറ അജ്രി ഇലൽ ബഹരി ലൈല നഹാറ അസ്ഖി അൽ ഇൻസാന വൽ ഹയവാനാതി വത്തുയൂറ വന്നബാതാതി വൽ അഷ്ജാറ അസ്ഖി അൽ ഇൻസാന വൽ ഹയവാനാതി വത്തുയൂറ വന്നബാതാതി വൽ അഷ്ജാറ. കൂട്ടുകാരെ, ഈ പാഠം ഒരുപാട് പ്രാവശ്യം ഉറക്കനെ വായിച്ചു പഠിക്കണേ. എന്നിട്ട് മാഷിന് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യണേ.